ഹലോ, എല്ലാവർക്കും എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻ ആയിട്ടുള്ള കുറച്ച് ഡെയിലി വെയർ സാരീസ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത് ഹാൻഡ് എംബ്രോയിഡറിയിലാണെങ്കിലും മിഷൻ എംബ്രോയിഡറിയിലാണെങ്കിലും ഒക്കെ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന മെറ്റീരിയൽ കോട്ടൺ ചെക്കോട്ട മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ കോട്ടൺ ചെക്കോട്ട മെറ്റീരിയൽ മിഷൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന കുറച്ച് ഹാൻഡ് പിക്ക് കളക്ഷൻസ് ആണ്. നമ്മൾ തന്നെ ചെയ്തിരിക്കുന്ന വർക്കല്ല, ഹാൻഡ് പിക്ക് ആയിട്ടുള്ള കുറച്ച് ചെക്കോട്ടയിലുള്ള മിഷൻ എംബ്രോയിഡറി സാരീസ് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിലുള്ള കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഇതിനകത്ത് നമ്മൾ ലെമൺ യെല്ലോ ഷെയ്ഡിൽ തന്നെയുള്ള ഫുൾ ബോർഡർ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ പ്ലെയിൻ സാരീസിലാണെങ്കിലും ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്ത സാരീസിലാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് നമ്മുടെ ലെമൺ യെല്ലോ ഷെയ്ഡ്. ആ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ സെൽഫ് കളർ, അതായത് ലെമൺ യെല്ലോ ആയിട്ട് തന്നെയുള്ള വെച്ചിട്ട് ഇങ്ങനെ ഫുൾ ബോർഡറിൽ കൂടി ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുവാണ്. ഇതൊരു 2.5 ഇഞ്ച് 3 ഇഞ്ച് വലിപ്പത്തിൽ വരുന്ന പോലത്തെ ബോർഡേഴ്സ് ഇതിനകത്ത് ഫുൾ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിന്റെ ബോഡി പോർഷനിലൂടെ ഇതുപോലെ ഫ്ലവർ ഡിസൈൻസ്, ഇതുപോലത്തെ മോട്ടീവ്സ് സ്കാറ്റർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ മുന്താണി പോർഷനാണ്. മുന്താണി പോർഷനിൽ വരുമ്പോഴത്തേനും ഇതുപോലെ രണ്ട് വശത്തുള്ള ബോർഡറിലും, അതുകൂടാതെ മുന്താണിയുടെ എൻഡ് പോർഷൻ, അതായത് പല്ലുവിന്റെ എൻഡ് പോർഷനിലും ഇതുപോലെ എംബ്രോയിഡറി ചെയ്താ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിന്റെ ഫുൾ ബോർഡറിൽ കൂടെ ഈ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ ഫുള്ളായിട്ടും ബോർഡർ വശത്ത് ഈ ഒരു ഡിസൈൻ വന്നിട്ട് ഇതുണ്ടോ, ഇതുപോലെ ഇതിന്റെ ഫുൾ ബോർഡറിൽ കൂടെ ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഫുൾ ഇതിന്റെ ബോഡി പോർഷനിലും ഇങ്ങനെ തന്നെ ഈ ഒരു വർക്കും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇത് 5.5 മീറ്റർ സാരി മാത്രമായിട്ടാണ്. ഇതിന്റെ കൂടെ ബ്ലൗസ് ഇല്ല. ബ്ലൗസ് നമുക്ക് വേണമെങ്കിൽ 2x2 ബ്ലൗസ് വെച്ച് പെയർ ചെയ്യാം, യെല്ലോ കളർ. അല്ല എങ്കിൽ ഇതുപോലത്തെ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഇടാനാ താല്പര്യമെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷെ അതിനേക്കാളൊക്കെ ഭംഗിയാ ഒരു സെൽഫ് കളർ തന്നെയുള്ള ബ്ലൗസ് ഇട്ട് ഈ സാരി പെയർ ചെയ്യുമ്പോഴായിരിക്കും ഇത് നല്ലൊരു ഡെയിലി വെയർ കളക്ഷൻ ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാരി തന്നെയാണ്. ഒരു എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ നല്ലൊരു റിച്ച് ലുക്കും വരും. എന്നാൽ ഈ ഒരു കളർ കോമ്പിനേഷൻസ് ഒന്നും അധികം ഇല്ലാതെ ആ ഒരു സെൽഫ് കളറിൽ വർക്ക് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സിമ്പിളുമാണ്, നല്ലൊരു എലഗൻ ലുക്കുമാണ്. അതുപോലെ ലെമൺ യെല്ലോ ആണെങ്കിലും ഒത്തിരി ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ ഷെയ്ഡാണ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് പ്രിഫർ ചെയ്യുന്ന ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് ലെമൺ യെല്ലോ ഷെയ്ഡ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സാരി. അതിന്റെ റേറ്റ് വരുന്നത് 1875 റുപ്പീസ് ആണ്. നെക്സ്റ്റ് ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ ഇച്ചിരി ഒരു ഡാർക്കർ ബ്ലൂ ഷെയ്ഡിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ആ ഒരു ഇച്ചിരി ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന പോലെ, യെല്ലോ പോലെ തന്നെ സെൽഫ് കളർ അല്ലാതെ ബ്ലൂവിൽ തന്നെ ഒരു ഡാർക്കർ ബ്ലൂ ഷെയ്ഡ്. ഒരു സ്കൈ ബ്ലൂ കളർ സാരിയുടെ കളർ വന്നിരിക്കുന്നത്. പിന്നെ സ്കൈ ബ്ലൂവിന്റെ തന്നെ ഒരു ഡാർക്ക് കളർ, നേവി ബ്ലൂ ഷെയ്ഡിലോട്ടൊന്നും പോയിട്ടില്ല, ഒരു ഡാർക്കർ സ്കൈ ബ്ലൂ ഷെയ്ഡിലോട്ട് പോയി ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. സെയിം ഡിസൈൻ ആണ്, നമ്മൾ യെല്ലോയിൽ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ ബോഡി കൂടെ സ്കാറ്റർ ചെയ്ത ആ ഒരു എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട സാരി പോലെ തന്നെ ആ ഒരു ബോർഡറി ഫുൾ വന്ന് മുന്താണി പോർഷനിലും ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു എംബ്രോയിഡറി വരുന്ന പോലെ തന്നെ ഈ ഒരു സാരിയും വന്നിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ കോട്ടൺ ചെക്കോട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനും നല്ല ഈസി ആയിരിക്കും. അതുപോലെ ഇത് കണ്ടോ, മാനേജ് ചെയ്യാനും കോട്ടൺ മെറ്റീരിയലൊക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഡെയിലി വെയർ ആയിട്ട് ഏത് ക്ലൈമറ്റിലും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിളാണ് എന്നാൽ നല്ലൊരു എലഗൻ ലുക്കുള്ള സാരി തന്നെയാണ്. ആ ഒരു ബോർഡറിൽ കൂടെ ഉള്ള വർക്കും അതുപോലെ ഇതിന്റെ ഫുൾ ബോഡിയിൽ വന്നിരിക്കുന്ന ഈ ഒരു ചെറിയ മോട്ടീവ്സും ഒക്കെ ഈ ഒരു സാരിയിൽ നല്ല ഭംഗി തരും. ഈ സാരിക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള ബ്ലൗസ് പെയർ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അല്ല സെയിം സ്കൈ ബ്ലൂ ഷെയ്ഡിൽ തന്നെയുള്ള ബ്ലൗസ് ഇട്ടാലും നല്ലതായിരിക്കും. അത് ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അല്ല ഇനിയിപ്പം നിങ്ങൾക്ക് വേറെ ഒരു പ്രിന്റഡ് ബ്ലൗസ് ഒക്കെ വെച്ച് പെയർ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയാണെങ്കിലും ഇത് ഏറ്റവും എനിക്ക് തോന്നുന്നത് ആ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ബ്ലൗസ് ഇടുമ്പോഴായിരിക്കും ഈ സാരിയുടെ ഒരു ഫുൾ ഭംഗി ശരിക്കും കാണുന്നത്. നല്ല നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക്, നല്ല ഫിനിഷിംഗ് ഉള്ള എംബ്രോയിഡറി വർക്ക് സാരി. ഇതിന്റെ ഇതുണ്ട്, ഇതിന്റെ പുറകുവശം ആണെങ്കിലും ഇതുണ്ട്, ഇത്രയും നീറ്റ് ആയിട്ട് തന്നെ ഇതിന്റെ ബാക്ക് സൈഡ് ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് സൈഡ് പോലെ തന്നെ നീറ്റ് ആയിട്ട് തന്നെ ഇതിന്റെ ഒരു ബാക്ക് പോർഷനും ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണിത്. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ ചെക്കോട്ടയിൽ 1-2 ഡിസൈൻസും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്.
ഇത് ഫുൾ ബോർഡർ എംബ്രോയിഡറി വേണ്ട, സ്കാറ്റർ ചെയ്ത് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന പോലെ സ്കാറ്റർ ചെയ്ത് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ ഇത് കണ്ടോ, ഫുൾ ബോർഡറിൽ കൂടെ വരുന്നതിന് പകരം ഈ ഒരു സാരിയിൽ ഇതിൻ്റെ മുന്താണി പോർഷനിൽ ഇതുപോലെ വലിയ 3 ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു മറ്റേ ഹാൻഡ് എംബ്രോയിഡറിയിലൊക്കെ കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിയ പാറ്റേണിലുള്ള ഫ്ലവേഴ്സ്, ഇച്ചിരി വലുപ്പത്തിലുള്ള ഫ്ലവേഴ്സ് തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നല്ല വലിയ 3 ഫ്ലവേഴ്സ് ഇതിൻ്റെ മുന്താണി പോർഷന് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഡാർക്ക് പീച്ച് കളറിലുള്ള കോട്ടൺ ചെക്കോട്ട സാരീസ്. ഈ സാരീസ് എല്ലാം നമുക്ക് പ്ലെയിൻ സാരീസ് ആയിട്ടാണെങ്കിലും ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്ന സാരീസ് ആയിട്ടൊക്കെ ആണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള സെയിം ആയിട്ടുള്ള ചെക്കോട്ട സാരി തന്നെയാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ്. ചെസ്റ്റ് പോർഷനിൽ വരുമ്പോഴത്തേനും ഒരു സിംഗിൾ ഡിസൈൻ ഇതിനകത്ത് വരുന്നത്. ഇതുണ്ടോ, ഇതുപോലത്തെ ഒരു സിംഗിൾ ഡിസൈൻ, ഇച്ചിരി വലിയൊരു ഡിസൈൻ. ഇത് മടക്കി ഫ്ലീറ്റഡ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഏറ്റവും ഫ്രണ്ട് ഫ്ലീറ്റിൽ വരുന്ന പോലെ ഇത് കണ്ടോ, ഇച്ചിരി നല്ല ലെങ്ത് ആയിട്ട് നമ്മുടെ ആ ഒരു ചെസ്റ്റ് പോർഷൻ അത്യാവശ്യം കവറായി വരുന്ന പോലെ തന്നെ വരുന്ന പോലത്തെ ഒരു വലിയ പാറ്റേൺ, ഒരു ഡിസൈൻ നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ്. ഈ ഒരു പീച്ചിൽ ഒരു ഗ്രേ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയിഡറി. അതിൻ്റെ ഈ ഒരു നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് ക്രോസ് സ്റ്റിച്ചൊക്കെ പോലത്തെ കുറച്ച് ഈ ഒരു ഫുൾ കവർ ചെയ്ത് ത്രെഡ് വരാതെ കുറച്ചൊരു ഷാഡോ ഇഫക്റ്റ് ഒക്കെ വരുന്ന പോലെ ആ ഒരു ഡിസൈൻ വന്ന് ആ ഒരു വൈറ്റ് കളർ അതിനകത്ത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ നമ്മുടെ ഫ്ലീറ്റ്സിന് ഇടയ്ക്ക് വരുന്ന പോലെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ആ ഫ്രണ്ട് ഫ്ലീറ്റ്സിനിടയ്ക്ക്, അതായത് ലെഗ് പോർഷനിൽ ബോട്ടം പോർഷനിൽ വരുമ്പോൾ ഇതുപോലത്തെ 3 ഡിസൈൻസ് നമ്മുടെ ആ ഫ്ലീറ്റ്സിൻ്റെ റൈറ്റ് ലെഗ് പോർഷൻ്റെ കഴിഞ്ഞിട്ട് ഒരു ഫ്ലീറ്റ്സിനകത്ത് വരുന്ന പോലെ ഈ ഒരു 3 ഡിസൈനും ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. നമ്മൾ മുന്താണിലും ചെസ്റ്റ് പോർഷനിലും ഒക്കെ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ ഡിസൈനാണ്. വെർട്ടിക്കൽ രീതിയിലാണ് ഈ ഒരു സാരിയിൽ ഈ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനത്തെ 3 ഡിസൈനാണ് ഇതിൻ്റെ ആ ഒരു ബോട്ടം പോർഷൻ, അതായത് നമ്മൾ ഫ്രണ്ടിലെ ഫ്ലീറ്റ്സ് എടുക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈൻസ്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1520 റുപ്പീസാണ്. ഞാൻ പറഞ്ഞ പോലെ നല്ല പ്യുവർ കോട്ടൺ ചെക്കോട്ട മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും വാഷ് ചെയ്ത് സ്റ്റാർച്ച് ചെയ്തൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ, അതായത് ഒത്തിരി നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സാരീസ്. ഡെയിലി വെയർ ആയിട്ട് തന്നെ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാൻ ഈ സാരീസ് നമുക്ക് പറ്റും. ഇനി ഇതിൻ്റെ ഒരു ഡിസൈനും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ബ്ലൂയിഷ് ഗ്രീൻ ഷെയ്ഡ് സാരി. നമുക്ക് പ്ലെയിൻ സാരിയിൽ ഒത്തിരി എൻക്വയറി വരുന്ന ബ്ലൂയിഷ് ഗ്രീൻ കളർ സാരിയാണ്. അക്വാ ബ്ലൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഷെയ്ഡ് സാരിയിൽ ഇതുപോലത്തെ ഒരു റിംഗ് ഡിസൈൻ വന്നിരിക്കുന്നതാണ്. മജന്ത കളറിലെ ഒരു റിങ് പോലെ, അതിന് ചുറ്റും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സും ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ലീവ്സും വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ആ ഒരു നല്ലൊരു ബ്രൈറ്റ് കളർ കോമ്പിനേഷൻ ഈ ഒരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുമ്പേ കണ്ട ഡിസൈൻസിനേക്കാളും ഒക്കെ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതും ഫുൾ ബോർഡറിൽ കൂടെ ഈ ഒരു ഡിസൈൻ ഉണ്ട്. ഇതിൻ്റെ നമ്മളിപ്പോൾ കണ്ടത് അതിൻ്റെ പല്ലു പോർഷനാണ്. പല്ലുവിൻ്റെ എൻ പോർഷൻ ഇതുപോലെ ഫില്ല് ചെയ്ത ആ ഒരു എംബ്രോയിഡറി കവർ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ബാക്കി ഫുൾ ബോർഡറിൽ കൂടെ 2 വശത്തുമുള്ള കാണുന്ന ഭാഗത്ത് വരുന്ന ഫുൾ ബോർഡറിലും ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ ഈ സാരിയിൽ ഫുൾ ഇതുപോലെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു കോൺട്രാസ്റ്റ് എഫക്റ്റിൽ തന്നെ ആ ഒരു ഡിസൈൻ ഫുള്ളും വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ ഒരു മജന്ത ബ്ലൗസോ വയലറ്റ് ബ്ലൗസോ ഒക്കെ ഇട്ട് പെയർ ചെയ്യാം. ഇനിയും സെയിം ബ്ലൗസ് പെയർ ചെയ്യണമെന്നുള്ളവർക്ക് ഈ ഒരു സീ ഗ്രീൻ ആ ഒരു ബ്ലൂയിഷ് കളർ ബ്ലൗസ് വേണമെങ്കിൽ പെയർ ചെയ്യാം. അല്ല ഇങ്ങനെ ഈ പറഞ്ഞ കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും നല്ല ഭംഗിയായിരിക്കും ഈ സാരി. ഇതൊക്കെ ഡെയിലി വെയർ കളക്ഷൻ ആയിട്ട് നന്നായിട്ട് മൂവിങ് ആയിട്ടുള്ള, ഇപ്പം എല്ലാ ദിവസവും സാരി ഉടുക്കുന്ന ആൾക്കാർ, ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ളവർക്ക്, അതും കോട്ടൺ പ്രിഫർ ചെയ്യുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ഏത് മെറ്റീരിയലാണ് കൊടുത്തരുമ്പോഴും ഈ പറഞ്ഞ പോലെ പ്യുവർ കോട്ടൺ ആണോ, കോട്ടൺ ഉണ്ടോ എന്ന് എൻക്വയറി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. അപ്പം അതുപോലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടി തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ ഒരു ചെക്കോട്ട മെറ്റീരിയൽ, ഇതുപോലത്തെ എംബ്രോയിഡറി. അപ്പം പ്യുവർ കോട്ടൺ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഡിസൈനും അതുപോലെ സിമ്പിൾ ലുക്കാണ് താനും. എന്നാൽ അത്യാവശ്യം നല്ല ഹെവി എംബ്രോയിഡറി വർക്കും ഉള്ള കോട്ടൺ ചെക്കോട്ട സാരീസ് ആണ്.
ഇനിയിപ്പോൾ ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ സ്കൂളിലൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ വർക്ക് സ്പേസിൽ വരുന്ന ചെറിയ ഒക്കേഷൻസിനൊക്കെ ആണെങ്കിലും നമുക്ക് ഈ സാരീസ് പെയർ ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ വേറെ കളർ ചേഞ്ച് കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ഡാർക്ക് പീച്ചിൽ ഈ സെയിം ഡിസൈൻ നമുക്ക് വന്നിട്ടുണ്ട്. ഈ രണ്ട് സാരീസിൻ്റെയും പ്രൈസ് വരുന്നത് 1550 rupees ആണ്. ഇതിനകത്ത് അതിൻ്റെ ആ ഒരു ഡാർക്ക് പീച്ചിൽ വരുമ്പം റെഡ് കളറിലെ സർക്കിൾസും അതുപോലെ കുറച്ചൊരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സും ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സെയിം നമ്മൾ ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ കണ്ട പോലെ തന്നെ ഫുൾ ബോർഡറിൽ കൂടെ ഇതുപോലെ എംബ്രോയിഡറി വർക്കും ഉണ്ട്. അതുപോലെ ഇതെന്താ എൻ്റെ ടോപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു റെഡ് കളർ ബ്ലൗസൊക്കെ വെച്ച് പെയർ ചെയ്താൽ ഇതെങ്ങനെ വരും എന്നുള്ളത്. ശരിക്കും അതിൻ്റെ സെൽഫ് കളർ ബ്ലൗസ് ആയിരിക്കും അതിന് കൂടുതലും ഭംഗി. എന്നാലും ഈ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഇടണം എന്നുള്ളവർക്കാണെങ്കിൽ റെഡ് കളർ ബ്ലൗസ് ഇടാം, അല്ലെങ്കിൽ ഈ ഒരു ഡാർക്ക് ലാവൻഡർ കളർ ബ്ലൗസ് ഇടാം. നമുക്ക് ഈ പറഞ്ഞ പോലെ പ്ലെയിൻ സാരീസ് സെല്ല് ചെയ്യുന്ന കൂടെ നമുക്ക് ഈ മോസ് കളേഴ്സൊക്കെ തന്നെ പ്ലെയിൻ ബ്ലൗസസ് അവൈലബിൾ ആണ്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ബ്ലൗസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാ കളേഴ്സിനും ഒന്നും നമ്മുടെ ചിലപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആവണമെന്നില്ല. എന്നാലും അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള സാരീസിന് ഡിസ്പാച്ച് ടൈം കുറച്ച് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് ഒരു 5 days ഒക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലൗസ് സെയിം കളർ പ്ലെയിൻ ബ്ലൗസ് ചെക്കോട്ട പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ അല്ല, സാരി മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് വരുന്നത് ഈ ഒരു പീസ് വരുന്നത് ഈ ഒരു 1550 rupeesന് ഈ ഒരു 5.5 meter വർക്ക് ചെയ്ത് സാരി മാത്രമേ വരുന്നുള്ളൂ. ഇതിനകത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് അല്ല. അപ്പം ബ്ലൗസ് വേണം എന്നുള്ളവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ എടുക്കാം. ഞാനൊരു ചോയ്സ് പറഞ്ഞതേ ഉള്ളൂ. ഇനി പ്ലെയിൻ ആ ഒരു സെയിം കളർ ചെക്കോട്ട ബ്ലൗസ് ഇടാനായിട്ട് താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത്രയും സാരീസാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് ആ ഒരു ഡെയിലി വെയർ കളക്ഷനായിട്ട് എല്ലാ ദിവസവും സാരീസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന പോലത്തെ സാരീസാണ്. അപ്പം നിങ്ങൾക്ക് ഈ കണ്ട ഏതെങ്കിലും സാരീസ് വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അപ്പം ഈ ഒരു സാരീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ സാരീസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.